ആരുമില്ലേ ഇവിടെ? ആരുമില്ലെന്ന്. എന്താ, എന്ത് വേണം? ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. എന്താ കാര്യം? കാര്യം അറിഞ്ഞെങ്കിലേ പരിശോധിക്കാവൂ എന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പരിശോധിച്ചോണം, സുഖമായിട്ട് പരിശോധിച്ചോണം. നെല്ലിയാക്ക് ഇവിടെ ഉണ്ടേ മാനെ? ഇതാരാ മുതലാളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ നെൽപ്പുരയിലെ നെല്ല് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യണം? ഞാൻ ഇതൊന്നും പറഞ്ഞല്ലേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം സ്റ്റേഷനിലേക്ക് നടക്കണം. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ഇവരാരോ ചെയ്തതാണ്. ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. അത് നന്നായി. മോഷ്ടിച്ചവരാരെങ്കിലും സ്വയം കുറ്റം സമ്മതിക്കുമോ സാറേ? കുടുംബപരമായി തന്നെ ഇപ്പം കൊണ്ടുവരാത്തവനാ. അച്ഛനൊരു റൗഡിയായിരുന്നു, അയാളെ ഒരുത്തം കുത്തിക്കൊന്നു. അമ്മ പഴച്ചവളും. അപ്പൊ പിന്നെ ഇവന്റെ കാര്യം പറയണോ? എരപ്പാളി, നീ എന്താടാ പറഞ്ഞത്? നീ കുറ്റപത്രം വായിച്ചു കേട്ടില്ലേ? കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. പറയൂ. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല യമാനെ. ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് നുണയാണ്. ഞാൻ കള്ളനാണെന്ന് ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞവരെല്ലാം പച്ചക്കള്ളമാണ് യമാനെ പറഞ്ഞത്, പച്ചക്കള്ളമാണ്. പിന്നെ പോലീസുകാരെ ഞാൻ തല്ലിയെന്ന് പറഞ്ഞതിൽ സ്വല്പം സത്യമുണ്ട്. എന്റെ അച്ഛനും അമ്മയും പിഴകളാണെന്ന് മുതലാളി പറഞ്ഞപ്പോ ഞാൻ മുതലാളി തല്ലാൻ ചെന്നതാണ്. അപ്പൊ പോലീസ് അവിടേക്ക് ചാടി വീണു. ഞാൻ അറിയാതെ ഒന്ന് രണ്ട് അവർക്കും കിട്ടിപ്പോയി. അതിന് യജമാനെ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളതിന് സാക്ഷിയുണ്ടോ? ഉണ്ട്. ഞാനും ദൈവവും മാത്രം. അത് പോരാ, പുറത്തു നിന്നും സാക്ഷി വേണം. അയ്യോ, സത്യം ബോധ്യപ്പെടുത്താൻ സാക്ഷി വേണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് സാക്ഷിയില്ല യമാനെ, സാക്ഷിയില്ല. അങ്ങനെ മിസ്റ്റർ രാജശേഖരന്റെ നെൽക്കളത്തിൽ നിന്ന് നെല്ല് മോഷ്ടിക്കുകയും കൃത്യനിർവഹണത്തിന് വന്ന നീതിപാലകരെ ദേഹോപദ്രവവും ഏൽപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് പ്രതിയായ ഗോപാലൻ മകൻ രാമുവിനെ 2.5 വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നു. സീത വിഷമിക്കാതിരിക്കൂ. ഗോപി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? സിന്ധു എഴുതിയിരുന്നു. സാറെങ്കിലും എന്നെ വിശ്വസിക്കണം. ഈ കാലത്തിനിടയിൽ ഞാൻ ആരുടെയും ഒരു വകയും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾക്കിതെല്ലാം അറിയാൻ രാമു. ആ നെല്ലെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് പണിക്കര് പറഞ്ഞു. അതിനുള്ള കാരണം എന്തെന്നുള്ളത് സീതയും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ വിവരം പോലീസിനെ അറിയിച്ച് എന്നെ രക്ഷിക്കാത്തത്? ഇവിടെ എല്ലാ കാര്യങ്ങളും പണക്കാർ വിചാരിക്കുന്ന പോലെ നടക്കൂ രാമു. അവരെല്ലാം പണമിട്ട് മൂടിക്കളയില്ലേ? എനിക്ക് എന്റെ അനുജന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലാണ് വിഷമം. എന്റെ പഠിത്തമോ? അതിനേക്കാൾ എത്രയോ വലുതാണ് എനിക്കെന്റെ ചേട്ടൻ. പണിക്കരിയായിട്ട് ഒരു ഉപകാരം ചെയ്യണം. ഗോപിയെ പഠിപ്പിക്കാൻ വേണ്ടി കുറെ രൂപ ഞാൻ മുതലാളി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മാസം തോറും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഗോപിക്ക് അയച്ചു കൊടുക്കണം.
കേട്ടോ ഗോപി? എന്നാ ഗോപി ഇപ്പൊ തന്നെ മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ടെ, കൈയോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗോപി, നിന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിച്ച് നീ മനസ്സിനെ വിഷമിപ്പിക്കരുത്. നീ ഉത്സാഹിച്ച് പഠിക്കണേ അനിയ. വാ മോളെ. രാമു ജയിലിലായതുകൊണ്ട് ഗോപിയുടെ പഠിപ്പ് വലിയ അപകടത്തിലാണ്. അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ആ പണം മുതലാളി തന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാട്ടെ, അവൻ പഠിച്ച് നന്നായി വരട്ടെ. ഏത് പണം? രാമു ഭൂമി പണയം വെച്ച് ഇവന്റെ പഠിപ്പിന് വേണ്ടി മുതലാളിയെ ഏൽപ്പിച്ച പണം. ആ, അത് കൊള്ളാം. ആ രൂപയെല്ലാം അവൻ അന്ന് തന്നെ വാങ്ങിച്ചോണ്ട് പോയല്ലോ. 2000 രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത്. അത് നിന്നോട് പറഞ്ഞല്ലേ? രാമു കള്ളം പറയില്ല. പിന്നെ ഞാനാണോ കള്ളം പറയുന്നത്? തന്നെയൊക്കെ വാദ്യാരാക്കിയവരെ തൊഴിക്കണം. മോഷണ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കിടക്കുന്നവൻ കള്ളം പറയില്ല. മാഷ് പറഞ്ഞത് ശരിയാണ്. എന്റെ ചേട്ടൻ ഒരിക്കലും കള്ളം പറയില്ല, മോഷ്ടിക്കുമില്ല. നിങ്ങൾ ആരും എന്റെ ചേട്ടൻ ചതിച്ചതാണ്. എടോ, സൂക്ഷിച്ച് സംസാരിക്കണം. വേണ്ട വേണ്ട, ഇതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. വാ മോനെ, നമുക്ക് പോവാം. എന്റെ ബംഗ്ലാവിൽ വെച്ചായതുകൊണ്ട് നിങ്ങളെ ഞാൻ ആട്ടി ഇറക്കുന്നില്ല. ആട്ടി ഇറക്കണ്ട, പൊയ്ക്കോളാം. ഈ സത്യവും നീതി ഇല്ലാത്ത ഇനി രൂപ തന്നാലും വേണ്ട. ഒരു മാഷ് ഈ കാശില്ല. അവന് വക്കീലാവണം, മജിസ്ട്രേറ്റ് ആവണം. എടോ പഠിക്കണേ, ഇവിടെ വാ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് കേറുന്നില്ല. നീ എന്താ ഇവരുടെ കൂടെ നടക്കുന്നത്? അത് ഞാൻ ചുമ്മാ വഴി വെച്ച് കണ്ടപ്പോ കൂടെ വന്നത്. തനിക്ക് അവിടെ കളത്തിൽ പണിയില്ലേ? ഉണ്ട്, ധാരാളം പണിയിട്ട്. പിന്നെ ഉമ്മാരുടെ പുറകെ നടക്കുന്നതിന്റെ കാര്യം? അല്ല, അത് ഞാൻ ചുമ്മാ എന്താ നോക്കുന്നത്? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്റെ പേര് കുമാരൻ. വരൂ. നിങ്ങൾ രാജശേഖര മുതലാളിയുടെ ബംഗ്ലാവിലെ വേലക്കാരനല്ലായിരുന്നു? അതെ, എന്നെ അറിയുമോ? ദ്രോഹി! ഇവിടെ വെച്ചെങ്കിലും നിന്നെ എനിക്ക് കണ്ടുകിട്ടിയല്ലോ. സൗകര്യം കിട്ടുമ്പോ എന്റെ അച്ഛനെ കൊന്ന പോലെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിന്നെയും ഞാൻ കൊല്ലും. നോക്കിക്കോ. നീ ഗോപാലന്റെ മകനാണ്? അതേടാ, അതെ, മകൻ തന്നെ, രാമു. രാമു, നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? മോഷണക്കുറ്റത്തിന്. ഇത് ഗോപാലന്റെ മകൻ മോഷണക്കുറ്റം ചെയ്യുകയോ? ഞാൻ മോഷ്ടിച്ചതല്ല. മോഷ്ടിച്ചു എന്നും പറഞ്ഞ് ആ രാജശേഖര മുതലാളി എന്നെ ചതിച്ചതാണ്. എന്നാൽ ഇനിയെങ്കിലും രാമു ഒരു സത്യം അറിയണം. നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല. ഇതുപോലെ എന്റെ മേലും കുറ്റം ചുമത്തിയതാണ്. എന്ത്? അതെ, അന്ന് നടന്ന സംഭവം. ഞങ്ങളെ സഹായിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലടാ? ഇനിയും വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മര്യാദയ്ക്ക് ഇപ്പോ വെളിയെ പോകുന്നതാണ് നല്ലത്. നിന്റെ ജീവനും കൊണ്ട് ഞാൻ പോവും. ഇനി നീ ആരെയും ഇങ്ങനെ സഹായിക്കരുത്.
നടന്നതെല്ലാം നീ കണ്ടുവല്ലേ? ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നാണ് മുതലാളി. ക്ഷമിക്കണം. സാരമില്ല, നീ എന്നെ ഒന്ന് സഹായിക്കണം. മുതലാളി, ഞാനിതാരോടും പറയില്ല. കുമാര, അത് മാത്രം പോരെ. ഇത് ചെയ്തത് നീയാണെന്ന് പറയണം. മുതലാളി, ഭയപ്പെടണ്ട. എത്ര ലക്ഷം രൂപ ചെലവായാലും ഞാൻ നിന്നെ രക്ഷിച്ചോളാം. ഒന്നാന്തരം ഒരു വക്കീലിനെ ഏർപ്പെടുത്തി ഞാൻ നിന്നെ രക്ഷിക്കും. നീ ഇത് തൽക്കാലം ഏറ്റാ മതി. ഞാനൊരു പാവമാണ് മുതലാളി. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം മുതലാളി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പലരോട് പറഞ്ഞയച്ചു. അവരെ തൂക്കിക്കൊല്ലട്ടെ എന്നാണ് ആ ദ്രോഹി പറഞ്ഞത്. എന്തായാലും എന്നെ തൂക്കിക്കൊണ്ടില്ല, ജീവപര്യന്തം ശിക്ഷിച്ചു. ഇനി വേണമെങ്കിൽ രാമു എന്നെ കൊന്നു. പറയേണ്ട ആളിനോട് തന്നെ സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ.